السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ആദരണീയരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ശൈത്യകാലവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഖത്തീബ് നമ്മോട് ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടിട്ടുള്ളതാണ് രാപ്പകലുകളെ സൃഷ്ടിക്കുക എന്നതും അതേപോലെ തന്നെ കാലങ്ങൾ മാറി മാറി വരിക എന്നുള്ളതും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേക്കുറിച്ച് പറയുന്നുണ്ട്. യുഖല്ലിബുല്ലാഹുൽ ലൈല വന്നഹാർ ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാവുകളെയും പകലുകളെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നു. ഇന്ന ഫീ ദാലിക ലഇബ്റതൻ ലിഉലിൽ അബ്സാർ. ഉൾക്കാഴ്ചയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രാപ്പകലുകൾ മാറി വരുന്നതിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട്, പാഠങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു നൽകുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാര ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശകൂറ. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നവർക്കും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ള ദൃഷ്ടാന്തങ്ങളിൽ നിന്നും ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രാപ്പകലുകൾ മാറി വരുന്നതിൽ അവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇന്ന് നാം കാണുന്ന ഈ പ്രകൃതിയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം, ശൈത്യകാലത്തിലേക്ക് നാം കടന്നു വന്നു. ഇതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളം ഗുണപാഠങ്ങളുണ്ട്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുദീർഘമായി കൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു സുബഹി ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി മസ്ജിദുൻ നബവിയിലേക്ക്, റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോൾ കാലിൽ നീര് ഒരുമാറ് അള്ളാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കുന്ന ഒരു രംഗമാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കാണുവാൻ സാധിച്ചത്. സന്ദർഭത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ലയോ റസൂലേ, താങ്കൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് താങ്കൾ നമസ്കരിക്കുന്നത്? ഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. മുമ്പ് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ സകല പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് പുറത്തു നൽകിയിട്ടില്ലേ? എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി താങ്കൾ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളൊരർത്ഥത്തിൽ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, അഫലാ അകൂന അബ്ദൻ ശകൂറ. ബിലാലെ, അള്ളാഹുവിന് നന്ദിയുള്ള ഒരു അടിമ ഞാൻ ആകേണ്ടേ എന്നുള്ള ഒരു മറുപടിയാണ് പറഞ്ഞത്. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നത്തെ രാത്രി എനിക്കൊരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്, ഒരായത്ത് അവതീർണമായിട്ടുണ്ട്. ആയത്ത് ഓതുകയും അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് നാശമുണ്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ്. ബുദ്ധിയുള്ളവർക്ക് രാപ്പകലുകൾ മാറി വരുന്നതിലും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദൃഷ്ടാന്തമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചു നൽകി. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രാപ്പകലുകൾ മാറി വരുന്നതിലും മാസങ്ങളും കാലങ്ങളും മാറി വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചും
മറ്റ് കാര്യങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കണം, മുറ്റാലോചിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ സംവിധാനിച്ച ഒരു കാലമാണ് തണുപ്പ് കാലം അഥവാ ശൈത്യകാലം എന്നുള്ളത്. ശൈത്യകാലം എന്നുള്ളത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വസന്തകാലമാണ്. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാനുള്ള ഒരു സുവർണാവസരമാണ്. മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ ശൈത്യകാലത്തിലേക്ക് കടന്നു വരുമ്പോൾ അവരൊരുപാട് സന്തോഷിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അശ്ശിതാഉ റബീഉൽ മുഅ്മിൻ. ശിത എന്ന് പറഞ്ഞാൽ, ശൈത്യകാലം എന്ന് പറഞ്ഞാൽ അത് മുഅ്മിനീങ്ങൾക്കുള്ള ഒരു വസന്തകാലമാണ് എന്നാണ് മഹാനായ മാലിക് റഹിമഹുല്ലാ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്തുകൊണ്ടാണ് അതൊരു വസന്തകാലം എന്നുള്ളതിനെ ഒന്നുകൂടി വിശദീകരിച്ച് നമുക്ക് നൽകുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, മർഹബൻ ബിശ്ശിതാ, ശൈത്യകാലത്തിന്, തണുപ്പ് കാലത്തിന് സ്വാഗതം. കാരണം എന്താണ്? ഫീഹി തൻസിലുൽ ബറക, അതിൽ അല്ലാഹുവിന്റെ ബറക്കത്ത് ലഭിക്കും, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബറക്കത്ത് വിശ്വാസികൾക്ക് ലഭിക്കും. വയതൂലു ഫീഹിൽ ലൈലു ലിൽ ഖിയാമി, രാത്രി നമസ്കരിക്കുന്നവർക്ക് സുദീർഘമായി കൊണ്ട് നമസ്കരിക്കുവാൻ അതിലെ രാത്രികൾ അത് സുദീർഘമാണ്. രാത്രിയിലെ സമയം അത് ദീർഘമായതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഉറങ്ങുവാനും അതിനുശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുവാനും സാധിക്കും. വയഖ്സിറു ഫീഹിൻ നഹാറു ലിസ്സിയാമി, അതിലെ പകലുകൾ ചെറുതാണ്, ചുരുങ്ങിയ സമയം മാത്രമേ ഈ ശൈത്യകാലത്തിലെ പകലുകൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നോമ്പ് നോൽക്കുവാൻ സാധിക്കുന്നവർക്ക് ആ മാസം ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പനുഷ്ഠിക്കുവാൻ സാധിക്കുമെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു നൽകി. മറ്റൊരിക്കൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, അശ്ശിതാഉ ഗനീമത്തുൽ ആബിദീൻ, ശൈത്യകാലം എന്ന് പറഞ്ഞാൽ അത് ആരാധനകൾ വർദ്ധിപ്പിക്കുന്ന ആബിദീങ്ങൾക്ക് അതൊരു ഗനീമത്താണ്, സുവർണാവസരമാണ് എന്നുള്ള ഒരു അർത്ഥത്തിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, മുൻഗാമികൾ ഈ ശൈത്യകാലത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ അവർ ധാരാളം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ തന്നെ ഈ ശൈത്യകാലത്തിലെ പകലുകൾ ചെറുതാണ്, ചുരുങ്ങിയ സമയം മാത്രമേ ഈ ശൈത്യകാലങ്ങളിൽ പകലുകളുള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല രൂപത്തിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ ശൈത്യകാലം. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ തൻ്റെ അനുയായികളോട് പറയുകയാണ്, അലാ അദുല്ലുക്കും അലാ ഗനീമത്തിൽ ബാരിദ, നല്ല തണുത്ത ഗനീമത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് അറിയിച്ചു നൽകട്ടെയോ എന്ന്. സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പറഞ്ഞു, അറിയിച്ചു തന്നാലും. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സൗമു ഫിശ്ശിതാ, ശൈത്യകാലത്തിലെ നോമ്പാണ് തണുത്ത ഗനീമത്ത് എന്നുള്ള ഒരർത്ഥത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ശൈത്യകാലത്തിലെ നോമ്പിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ശൈത്യകാലത്ത് നോമ്പുകൾ വർദ്ധിപ്പിക്കുക, തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുക എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സുന്നത്തായി നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഓരോ ദിവസവും ഇടവിട്ടുകൊണ്ട് നമുക്ക് നോമ്പെടുക്കാം, അയ്യാമുൽ ബീളിലെ നോമ്പ് അനുഷ്ഠിക്കാം. അതേപോലെ തന്നെ മുമ്പ് കഴിഞ്ഞു പോയ റമദാനിലെ വല്ല നോമ്പുകളും നമുക്ക് നോറ്റ് വീട്ടുവാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ സമയങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുമെന്ന് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുവാൻ കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടി, പദ്ധതിയോടുകൂടി ഈ ശൈത്യകാലത്തെ നാം വരവേൽക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് നോമ്പിൻ്റെ പ്രതിഫലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുക്കുകയാണെങ്കിൽ 70 വർഷത്തെ വഴിദൂരത്തെ നരകത്തിൽ നിന്നും അവനെ അല്ലാഹു അകറ്റുമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ശൈത്യകാലങ്ങളിൽ നോമ്പുകൾ വർദ്ധിപ്പിക്കുക. രണ്ടാമതായിക്കൊണ്ട് ഈ ഒരു ശൈത്യകാലത്ത് നാം വർദ്ധിപ്പിക്കേണ്ട ഇബാദത്ത് ഇത് ഖിയാമുൽ ലൈലാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഇതിലെ രാത്രികൾ അത് സുദീർഘമാണ്. ഒരുപാട് നേരം നമുക്ക് ഉറങ്ങുവാനും
അതിനുശേഷം എഴുന്നേറ്റ് നമസ്കരിക്കുവാനുമുള്ള ഒരു സമയമുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ രാത്രി നമസ്കാരം ധാരാളമായി കൊണ്ട് വർദ്ധിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. മഹാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി നമസ്കാരം വർദ്ധിപ്പിക്കുന്നവരെ കുറിച്ച്, രാത്രി നമസ്കാരം പതിവാക്കുന്നവരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞ അനേകം ആയത്തുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിൽ പോലും ഉപേക്ഷിക്കാത്തൊരു നമസ്കാരമായിരുന്നു രാത്രി നമസ്കാരം എന്ന് സഹോദരങ്ങളെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും രാത്രി നമസ്കാരം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു റക്അത്തെങ്കിലും വിത്ർ നമസ്കരിക്കാനും പോലും സാധിക്കുന്നില്ലെങ്കിൽ, അതിൻ്റെ പിന്നിൽ അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ പല തിന്മകളുമായിരിക്കും കാരണമെന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒരു തിന്മ സംഭവിച്ചു. ഒരു തിന്മ സംഭവിച്ചതിന് കാരണമായിക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ നിന്നും 40 ദിവസത്തെ രാത്രി നമസ്കാരമാണ് എനിക്ക് നഷ്ടപ്പെട്ടത് എന്നാണ് മഹാനായ സുഫിയാൻ സൗരി റഹിമഹുല്ല പറയുമ്പോൾ, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം, രാത്രി കിടക്കുന്നതിന് മുമ്പ് വിത്തറാക്കി നമസ്കരിക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളും ചിന്തകളും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും നമുക്കതിന് സാധിക്കാറില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളായിരിക്കും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് നാം തിരിച്ചറിയണം. അതേപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമതായിക്കൊണ്ട് ഈ ശൈത്യകാലത്ത് നാം വർദ്ധിപ്പിക്കേണ്ട ഒരു കർമ്മമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കർമ്മമാണ് ഇസ്ബാഹുൽ വുദു, വുദു പരിപൂർണമാക്കുക എന്നുള്ളത്. എന്തുകൊണ്ടാണ് വുദു പരിപൂർണമാക്കുക എന്ന് പറയുവാനുള്ള കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബാക്കളോട് പറഞ്ഞു, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്, നിങ്ങളുടെ പാപങ്ങൾ പുറത്തു നൽകുന്ന, അതുപോലെ തന്നെ നിങ്ങളുടെ ദർജകൾ ഉയർത്തുന്ന ചില കർമ്മങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ എന്ന്. സ്വഹാബാക്കൾ പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് അറിയിച്ചു തന്നാലും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, ഇസ്ബാഗുൽ വുദൂഇ ഫിൽ മകാരിഹ്, പ്രയാസമുള്ള ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ വുദു പരിപൂർണമായി കൊണ്ടെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഇസ്ബാഗുൽ വുദൂഇ ഫിസ് സബറാത്ത്, ശക്തമായ തണുപ്പുള്ളപ്പോൾ ശൈത്യകാലത്ത് വുദു പരിപൂർണമായി എടുക്കുക എന്നുള്ളത് നമ്മുടെ ദർജകൾ ഉയരുവാനും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുവാനുമുള്ള ഒരു കർമ്മമായി കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിപൂർണമായി കൊണ്ട് വുദു എടുക്കുവാൻ നാം ശ്രദ്ധിക്കണം. ശക്തമായ തണുപ്പായതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കൈകളിലേക്കും കാലുകളിലേക്കും വെള്ളമാക്കുമ്പോൾ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഈ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ കൈയും കാലും വുദൂഇന്റെ അവയവങ്ങൾ പരിപൂർണമായി നനയാത്തൊരവസ്ഥ ഒരിക്കലും സംഭവിക്കരുത്. ഈ തണുപ്പായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരം, നമ്മുടെ തൊലികൾ അത് ചുളിയുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വുദൂഇന്റെ അവയവങ്ങളിലേക്ക് പരിപൂർണമായി കൊണ്ട് വെള്ളം പ്രവേശിക്കുന്നുണ്ട് എന്ന് കൃത്യമായി കൊണ്ട് നാം ഉറപ്പുവരുത്തുക. രാത്രി ഉറങ്ങുവാൻ പോകുന്ന സമയത്ത് വുദു എടുക്കുന്ന ഒരു പ്രവണത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ ഈ തണുപ്പ് കാലത്ത് പലപ്പോഴും ശക്തമായ തണുപ്പല്ലേ എന്ന് കരുതി ആ വുദു സഹോദരങ്ങളെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. കാരണം ഈ ശൈത്യകാലത്ത് ശക്തമായ തണുപ്പുള്ളപ്പോൾ വുദു പരിപൂർണമായി എടുക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ പ്രതിഫലമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകിയിട്ടുള്ളതാണ് എന്നുള്ളത് കൃത്യമായി കൊണ്ട് നാം മനസ്സിലാക്കണം. സഹോദരങ്ങളെ, മറ്റൊരു കാര്യം ഖതീബ് നമ്മോട് ഓർമ്മപ്പെടുത്തിയത്, ഈ ശൈത്യകാലത്ത് ശക്തമായ തണുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും ശരീരത്തിലേക്ക് രോഗങ്ങളും മറ്റു പ്രയാസങ്ങളും കടന്നു വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായ ഒരു പ്രതിരോധമുണ്ടാകണം. ജാക്കറ്റ് ധരിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റ് എന്ത് പ്രതിരോധത്തിൻ്റെ മാർഗമാണോ നാം സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചു കൊണ്ടായിരിക്കണം നാം നടക്കേണ്ടത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഷാമിലുള്ള ആളുകൾക്ക് കത്തയക്കുമായിരുന്നു ശൈത്യകാലം വരുമ്പോൾ. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇന്ന ശിതാഅ ഖദ് ഹദറ വഹുവ അദുവ്വുൻ ലക്കും, ശൈത്യകാലം കടന്നു വന്നിട്ടുണ്ട്, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ളൊരു ശത്രുവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് കൃത്യമായി ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ കാലുറയും കയ്യുറയും അതുപോലെ തന്നെ ശരീരത്തിനെ സംരക്ഷിക്കുന്ന വസ്ത്രങ്ങളും നിങ്ങൾ
ധരിക്കണമെന്ന് ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ അനുയായികളോട് പറയുമായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ കൃത്യമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.